പ്രിയമുള്ളവരെ, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. തണുപ്പിൻ്റെ കുളിരിൽ നാടും നഗരവും ജനങ്ങളും തന്നെ ക്രിസ്തുമസിനെയും അതുപോലെ പുതിയ വർഷത്തെയും പുൽകാനായി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുകയാണിവിടെ. ഈ കാണുന്നതെല്ലാം എന്തായി മാറുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും വേറിട്ട അനുഭവം നമുക്ക് നൽകും എന്ന കാര്യം ഉറപ്പാണ്. മാനാഞ്ചിറ സ്ക്വയറിലാണ് ഈ പരിപാടികൾ. ക്രിസ്തുമസ് പുതുവർഷ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകൾ വേറിട്ട് നൽകുന്നു. കളർഫുള്ളായിട്ടുള്ള ഒരു ആനയുടെ രൂപഭംഗി ഏവരെയും ആകർഷിക്കുന്നു. ഈ ഫ്രെയിമുകളെല്ലാം എന്തുമായി മാറുമെന്ന് നമുക്ക് കാണാം. ദീപാലങ്കൃതമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള സൗഭാഗ്യം കോഴിക്കോടൻ ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് മാത്രമല്ല, അടുത്ത ജില്ലകളിൽ നിന്നെല്ലാം ഇവിടെ ഈ ഒരു അസുലഭ മുഹൂർത്തം ആസ്വദിക്കാനായി എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഓരോരോ വ്യത്യസ്ത ആകൃതിയിലുള്ള ഫ്രെയിമുകളും അവയിൽ വൈദ്യുത വിളക്കുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ തുടങ്ങിക്കഴിഞ്ഞു. സൗഹൃദത്തിൻ്റെയും മാനവ മൈത്രിയുടെയും സന്ദേശമുയർത്തിയുള്ള ക്രിസ്തുമസ് പുതുവർഷാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി നഗരത്തിൽ ഒരുമയുടെ പ്രകാശം തെളിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് വൈദ്യുത ബൾബുകളും പ്രകാശ ശില്പങ്ങളും മിഴി തുറന്നതോടെ മാനാഞ്ചിറ തിളങ്ങി വർണ്ണ പൊലിമയിൽ മുങ്ങിയിരിക്കുകയാണ്. ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലൈറ്റ് ഷോയ്ക്കാണ് തുടക്കമായത്. ഒരു വർണ്ണ വിസ്മയ പ്രപഞ്ചം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതുപോലുള്ള തായ്ലൻഡിൽ ബുദ്ധക്ഷേത്രത്തിന് മുമ്പിൽ 5 തലകളുള്ള ഒരു സർപ്പത്തെയാണ് ഓർമ്മിക്കുന്നത്. ടണൽ ഓഫ് ലൈറ്റ്സ് ചുവപ്പ് സ്വർണ്ണ നിറങ്ങളിലാണ് ദി ജയൻ്റ് ഡ്രാഗൺ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ കാഴ്ച.
ഒരുപാട് നീളമുള്ള ഒരു സ്വർണ്ണ സർപ്പത്തിൻ്റെ ആകൃതി ഏവരെയും ആകർഷിക്കുന്നുണ്ട്. ദി ജയന്റ് ഡ്രാഗൺ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഇതാ മറ്റൊരു മനോഹരമായ കാഴ്ച. ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്, സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും മറ്റും. വർണ്ണപ്പകിട്ടേകുന്ന പ്രദർശന വസ്തുക്കൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2026 വരവേൽക്കാൻ ഇതുപോലുള്ള നിറക്കൂട്ടുകൾ, അത്ഭുത വിസ്മയങ്ങൾ നമുക്ക് 2026 സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കളർഫുൾ ആയിട്ടുള്ള ആന. മറ്റൊരു മനോഹര ദൃശ്യം, കണ്ണ് ചിമ്മുന്ന പോലെ. പക്ഷേ പല നിറങ്ങളിലും വർണ്ണങ്ങളിലുമാണ് അവ പ്രകാശിക്കുന്നത്. ഒരു അത്ഭുതകരമായിട്ട് മാറിയിട്ടുണ്ട്. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ പ്രകാശിക്കുന്ന അതിമനോഹരമായ ഒരു വൃക്ഷം. ഉദ്ഘാടന വേളയിൽ നമ്മുടെ ബഹുമാന്യനായ ടൂറിസം മന്ത്രി അങ്ങനെ ഇതാ ദിവസങ്ങളെ ഇനിയും ബാക്കിയുള്ളൂ. 2026 നമ്മളെ കൈയടക്കാൻ പോവുകയാണ്. വളരെ പ്രത്യാശയോടെ, സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. മനോഹരമായൊരു ദൃശ്യവിരുന്ന്. ഒരു സ്വർണ്ണമരം, അവയെ പുൽകി നിൽക്കുന്ന പ്രകാശ ബിന്ദുക്കൾ. ഇവിടെ മനോഹരമായ ഒരു സ്വർണ്ണ നക്ഷത്രം മിന്നി 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 പ്രകാശിക്കുകയാണ്. മാനാഞ്ചിറ സ്ക്വയർ ദീപാലങ്കൃതമായി, മനോഹരിയായി, സുന്ദരിയായി നമ്മെ ആനയിക്കുകയാണ് 2026 നമുക്ക് സഹർഷം 2026 സ്വാഗതമരുളാം. നോക്കൂ, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. പ്രകാശ ഗോപുരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടെ നമുക്കത് നേരിൽ കാണാം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേറ്റ് നഗരം വർണ്ണപ്രഭയിൽ